കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ആകുമ്പോൾ വീണ്ടും വഴക്ക് കൂടാൻ ഒരുങ്ങുന്ന ഹരീഷിനോടും സുധീഷിനോടും ഏടത്തി വീട് വിട്ടു പോകുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് നികേഷ്. നിങ്ങൾ കാരണം ഏടത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രണ്ടുപേരെയും ഞാൻ ഓടിച്ചു വിടും, ഉറപ്പാ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ മതിയടാ നിർത്തുന്ന ഹരീഷും സുധീഷും ഡാ ചെക്ക, ഇതാണ് നമ്മുടെ കുടുംബം, കാലങ്ങളായി ജീവിച്ചു പോരുന്നതും ഇങ്ങനൊക്കെ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം എല്ലാ മര്യാദയും തികഞ്ഞൊരു കുടുംബമായി ജീവിക്കാൻ പാടാ. നീ നിന്റെ പണി നോക്കടാന്ന് സുധീഷും പറയുന്നു. അപ്പോഴേക്കും നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവരാരും കാണുന്നില്ല. അത് കേൾക്കെ നികേഷും അത് ശരി, അപ്പൊ നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ വഴക്കുണ്ടാക്കുമ്പോ ഞങ്ങൾ വായും പൊട്ടി എന്ന് പറയുമ്പോഴേക്കും അവരെ നോക്കി നിൽക്കുന്ന നിധിയെ കാണുന്നുണ്ട്. എന്താടാ നിർത്തി, പറയടാ പറ എന്ന് പറഞ്ഞ് സുധീഷ് തിരിയുമ്പോഴാണ് ദേഷ്യത്തോടെ നിൽക്കുന്ന നിധിയെ കാണുന്നത്. അവൻ ചമ്മലോടെ ഒരു ചിരി വരുത്തി, നിധി ഗുഡ് മോർണിംഗ്, നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ? ദേ വീടൊക്കെ അടിച്ചു തൂത്ത് വൃത്തിയാക്കി വിളക്കും വെച്ചു, ദേ കണ്ടോ മുറ്റവും വൃത്തിയാക്കിയിട്ടുണ്ട്, നോക്കിയേ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോഴേക്കും നുണയേട്ടത്തി, മുറ്റമൊക്കെ അടിച്ചു വൃത്തിയാക്കിയത് ഞാനാണെന്ന് ഹരീഷ് പറയുന്നു. അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അടുക്കള ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. അത് കാണേ സുധീഷും പൊട്ടിച്ചിരിയോടെ, എന്നോട് മാത്രം മിണ്ടില്ലെന്നാ ഞാൻ വിചാരിച്ചേ, ഇപ്പൊ നിങ്ങളോട് മിണ്ടില്ലെന്ന് തീരുമാനിച്ചല്ലോ. ഈശ്വര, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അയ്യേ ഇങ്ങർക്കിത് എന്തിന്റെ അസുഖ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ആടാ അസുഖം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് സുധീഷ് വരുമ്പോഴേക്കും ഹരീഷും അവനും കൂടി വീണ്ടും അടി കൂടാൻ ഒരുങ്ങുക. സുഭാഷും അവര് രണ്ടുപേരെയും പിടിച്ചു മാറ്റിക്കൊണ്ട്, ഡാ ഇനിയും അടി കൂടാൻ നിന്നാലുണ്ടല്ലോ, രണ്ടിനെയും തലയ്ക്ക് പിടിച്ച് കിഴുക്കി അങ്ങ് വിടും ഞാൻ എന്ന് പറയുമ്പോഴേക്കും നിധി മൂക്കും പൊത്തി പിടിച്ചോണ്ട് അതിലെ പോകുന്നുണ്ട്. എന്താ മോളെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോകുന്നുണ്ട്. അയ്യോ ഇപ്പോഴും അച്ഛൻ ബാത്റൂമിൽ പോയിട്ട് പോയതെന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങോട്ട് ഓടുന്നുണ്ട്. അതുകൾക്ക് സുധീഷും ദേഷ്യത്തോടെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന അച്ഛന്റെ അടുത്തേക്ക് ഓടുന്നു. സൈക്കിളിൽ കാറ്റടിക്കാൻ തുടങ്ങുകയായിരുന്ന അച്ഛനോടായി അവൻ, അതെ ഇങ്ങർക്കെന്താ വെളിവും ബോധവും ഒന്നും ഇല്ലേ? ടോയ്ലറ്റ് എങ്ങനെയാ വൃത്തിയായി ഉപയോഗിക്കാന്ന് അറിഞ്ഞൂടെ നിങ്ങൾ? വീട്ടിലുള്ള മറ്റുള്ളവരും അതേ ടോയ്ലറ്റ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? അവിടെ പോയിരുന്ന് ബീഡി വലിക്കുക, ഉമ്മറത്ത് മണ്ണ് ചവിട്ടി അകത്തേക്ക് കയറ്റുക, നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തിരിച്ചു വരിക, എത്ര തവണ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് സുധീഷ് ചോദിക്കുമ്പോ, അതേടാ ഞാൻ നിന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ചതല്ലേ, ഇനി ഈ പ്രായത്തിൽ എന്നെ എങ്ങനെ കക്കൂസി പോവാമെന്ന് നീ പഠിപ്പിക്കുക എന്ന് അച്ഛനും പറയുന്നുണ്ട്. അത് തന്നെയാണ് നാളുകളായിട്ട് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോ അനുസരിക്കാൻ വയ്യെങ്കിലേ ബാക്കിൽ ഒരു പറമ്പുണ്ടല്ലോ, അവിടെ പോയി കാര്യം സാധിച്ചിട്ട് വരാം. ദേ ഇനി ഒരു തവണ കൂടി ഇമ്മാതിരി തോന്നിയാസം കാണിച്ച അച്ഛനാണെന്നും ഞാൻ നോക്കൂല, പറഞ്ഞത് മനസ്സിലായോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിധിയും നികേഷും അങ്ങോട്ട് ഇറങ്ങി വരുന്നു. അത് കേട്ടു നിൽക്കുകയായിരുന്ന അവളും സുധീഷിനോടായി, അതെ ഈ വീട്ടിൽ ഞാൻ നിക്കണോ അതോ പോണോ? എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ, ഒരു ചെറിയ കാരണം കിട്ടിയാ അത് വെച്ച് വഴക്കുണ്ടാക്കിക്കോ. ഒരു ദിവസം വഴക്കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉറക്കം വരില്ല? സമാധാനത്തോടെയും വഴക്കില്ലാതെയും ഒരു കാര്യം സംസാരിക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും, അതല്ല ഇയാൾക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ശരിയല്ല, മൂക്കും പൊത്തിയല്ലേ ഇയാൾ പുറത്തേക്ക് വന്നേ, അതാ ഞാൻ ചോദിച്ചേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷും ഹരീഷും ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് അത് ഇങ്ങനെ ചോദിക്കാൻ പാടുള്ളൂന്നുണ്ടോ? മനുഷ്യർ തമ്മിൽ കാണിക്കേണ്ട മര്യാദ എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? എല്ലാവരോടും ഈ രീതിയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് നിധി ഒച്ചയെടുക്കുമ്പോഴേക്കും സുഭാഷും നിധിയോടായി, നിധി മോളെ അത് വിട്, ഇനിമേലിൽ അവൻ വഴക്കുണ്ടാക്കത്തില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോ, സുഭാഷ് ഏട്ടൻ മിണ്ടാതിരി, ഓവറായി സ്പേസ് കൊടുത്ത് ഇവരെയെല്ലാം വഷളാക്കുകയാണ്. ചെറുപ്പം മുതലേ നിയന്ത്രിച്ചിരുന്നെങ്കിലേ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഒരു ചെറിയ വിഷയം കിട്ടിയാൽ മതി, അതും പറഞ്ഞ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി നിലത്ത് കിടന്നൂരുണ്ട്. ഛേ ദേ ഇനി ഈ വീട്ടിലൊരു വഴക്കുണ്ടായ ആ നിമിഷം ഞാൻ എന്റെ പാട് നോക്കി ഇറങ്ങിപ്പോകും എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുധീഷും ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോവുകയാണ്. നിധി ദേഷ്യത്തോടെ ഉമ്മറത്തെ നിൽക്കായിരുന്ന ഹരീഷിനെ നോക്കുമ്പോഴേക്കും അവനും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീടവൾ ദേഷ്യത്തോടെ അച്ഛനെ നോക്കുമ്പോഴേക്കും, ഇതിപ്പോ എന്നെയാണല്ലോ നോക്കുന്നത്, വേഗം സ്ഥലം കാലിയാക്കുന്നതാവും ബുദ്ധി എന്ന് പറഞ്ഞ് ഒരു പാട്ടും പാടിക്കൊണ്ട് സൈക്കിളും എടുത്ത് ഭാസ്കരനും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അത് നോക്കി നിൽക്കുകയായിരുന്ന നിധി തിരിയുമ്പോഴാണ് ടെൻഷനോടെ നിൽക്കുന്ന നികേഷിനെ കാണുന്നത്. എന്താടാന്ന് നിധി ചോദിക്കുമ്പോ, ഒന്നുമില്ലെന്ന് അവൻ, ഞാൻ പോവുമെന്ന് പറഞ്ഞു കേട്ടിട്ടാണോ? ചുമ്മാ പറഞ്ഞതാടാ എന്ന് നിധി പറയുമ്പോ, ചുമ്മാതാണെങ്കിലും അങ്ങനെ പറയാതിരുന്നൂടെ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ വഴക്കിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അടി കൂടാൻ ഒരു കാരണം കണ്ടെത്താൻ കാത്തു നിൽക്കുന്ന പോലെയാ രണ്ടാളും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നീ വേറൊന്നും വിചാരിക്കണ്ട എന്ന് നിധി ചിരിയോടെ പറയുമ്പോഴേക്കും ചിരിയോടെ അത് സമ്മതിച്ചുകൊണ്ട് നികേഷും അകത്തോട്ട് കയറി പോവുകയാണ്. സുഭാഷ് നിധിയോടായി, മോളെ ബാത്റൂം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നീട് സൈറ്റിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ആ ഫോണിന്ന് എടുത്തെന്ന് അവൻ വിളിച്ചു പറയുമ്പോഴേക്കും അത് നോക്കിക്കൊണ്ട്, കവിതയാ കവിത എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും കോൾ കട്ടാവുകയാ. കോൾ കട്ടായെന്ന് അവൻ വിളിച്ചു പറയുമ്പോഴേക്കും താൻ വിളിച്ചോളാമെന്ന് സുഭാഷ് വീണ്ടും മൊബൈൽ റിങ് ചെയ്യുമ്പോഴേക്കും പയ്യയോട് ആ ഫോൺ എടുത്ത് തരാനായി പറയുന്നുണ്ട് സുഭാഷ്. പയ്യ ആ മൊബൈൽ എടുത്ത് കൊടുക്കുമ്പോഴേക്കും സുഭാഷും കോൾ അറ്റൻഡ് ചെയ്യുകയാ. ഹലോ ഞാൻ കവിതയാ എന്നവൾ പറയുമ്പോ, മനസ്സിലായി പറഞ്ഞോളൂ എന്ന് സുഭാഷ്. പണിസ്ഥലത്താണോ, സംസാരിക്കാവോ എന്ന് കവിത ചോദിക്കുമ്പോ, പറഞ്ഞോളൂ എന്ന് സുഭാഷ്. അന്ന് കണ്ടു പിരിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നമുക്കൊന്ന് നേരി കാണാവോ എന്ന് കവിത ചോദിക്കുമ്പോ, നേരില് അല്ല എപ്പോഴത്തേക്കാന്ന് സുഭാഷേട്ടൻ പറഞ്ഞാൽ മതിയെന്ന് കവിത പറയുമ്പോ, ഞാനേ ഇപ്പൊ ഇത്തിരി ജോലിയില്ല, ഉച്ചയ്ക്ക് ശേഷം മതിയോ എന്ന് സുഭാഷൻ ചോദിക്കുന്നു. ആയിക്കോട്ടെ 2 മണി
ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യും എന്നവൾ പറയേ അത് സമ്മതിച്ച് ശരിയെന്ന് പറഞ്ഞ് സുഭാഷും കോൾ വെക്കുകയും അവൻ കോൾ വെച്ച് കഴിയുമ്പോഴേക്കും വേറൊരു ജോലിക്കാരനും ഭയ്യ ആരാ പഴയ ആളാണോ എന്നെ കാണാൻ പോയാ എന്നവൻ ചോദിക്കുമ്പോ അതെ എന്ന് സുഭാഷും അത് ഓക്കെ ആയോ എന്നവൻ വീണ്ടും ചോദിക്കുമ്പോ അറിയില്ലെന്ന് സുഭാഷും എന്താ ഒരു സംശയമെന്ന് അവൻ ചോദിക്കേ അത് മുമ്പ് നോ പറഞ്ഞ കുട്ടി ഒറ്റയ്ക്ക് മാറി താമസിച്ചാലേ കല്യാണത്തിന് സമ്മതിക്കുന്നു പറഞ്ഞ ആളാ ഇപ്പൊ പക്ഷേ ഓക്കെ ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊരു സംശയം എന്ന് സുഭാഷ് പറയുമ്പോ ഭയ്യ കുറെ ആലോചന വന്നു കഴിഞ്ഞപ്പോ സുഭാഷ് ഏട്ടൻ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിക്കാണും എന്നവൻ പറയുന്നത് കേൾക്കെ ആണോ എന്ന് സുഭാഷും ആണെന്നേ ഒന്ന് സംസാരിച്ചു നോക്ക് അപ്പൊ ഓക്കെ ആവുമെന്ന് അവനും പറയുന്നു പിന്നീട് കോഫി ഷോപ്പിൽ സുഭാഷിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കവിതയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും സുഭാഷും സൈറ്റിലെ അതേ ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ടെത്തുകയാ എന്നെ കണ്ടവൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് ഹായ് എന്ന് പറയുമ്പോഴേക്കും വന്നിട്ട് കുറെ നേരമായോ എന്ന് സുഭാഷൻ ചോദിക്കുന്നു കുറച്ചു നേരമായി ഒരു സ്മൂത്തി കഴിച്ച് ആ നേരം കളഞ്ഞു പറഞ്ഞവൾ സുഭാഷിന്റെ ഡ്രസ് എല്ലാം ശ്രദ്ധിക്കുക കാര്യം മനസ്സിലായ സുഭാഷും ദേ ഞാൻ ഇയാള് ഫോൺ ചെയ്തപ്പോ പണി സൈറ്റിലായിരുന്നു പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാനുള്ള സമയം കിട്ടിയില്ല അതാ എന്ന് പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല ഇരിക്കുന്ന കവിതയും അവർ രണ്ടുപേരും ഇരിക്കുമ്പോഴേക്കും കുടിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിച്ച് സപ്ലയർ എത്തുന്നു ഞാൻ കുടിച്ചതാണെന്നും സുഭാഷിന് എന്താ വേണ്ടെന്നും കവിത ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ടെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അത് സാരമില്ല വാട്ടർമെലൻ കഴിക്കുമല്ലോ എന്ന് അവനോടായി ചോദിക്കുമ്പോഴേക്കും എന്ന കുട്ടികൾക്ക് കവിതയും 2 വാട്ടർമെലൻ ജ്യൂസ് ഓർഡർ ചെയ്യുക അയാൾ പോയി കഴിയുമ്പോഴേക്കും എന്നിട്ട് സുഖമായിരിക്കുന്നു എന്ന് കവിത ചോദിക്കുമ്പോ ഞാൻ സുഖമായിരിക്കുന്നു ഇയാളോ എന്ന് സുഭാഷും ഞാനും സുഖമായിരിക്കുന്നു എന്ന് കവിത പറയേ അല്ല അച്ഛൻ അമ്മ അനിയത്തിയൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുന്നു ആരെയും മറന്നിട്ടില്ലല്ലോ എന്ന് കവിത ചോദിക്കുമ്പോ അല്ല മറക്കാൻ മാത്രം നാളുകളൊന്നും ആയില്ലല്ലോ അവരെ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 3 മാസമല്ലേ ആയിട്ടുള്ളൂ എന്ന് സുഭാഷ് ചോദിക്കുന്നവർക്ക് അതെ അതെ പക്ഷേ സാധാരണ പതിവായി കാണുന്നവർ പോലും ഇങ്ങനെ എടുത്തു ചോദിക്കാറ് കൊണ്ട് ചോദിച്ചതാണ് കവിതയും സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് അതിശയം തോന്നുക വീണ്ടും നിങ്ങളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലെന്ന് കവിത പറയേ ഞാനും അതെ ഒട്ടും വിചാരിച്ചില്ല അല്ല എങ്ങനെയാ ഇയാളുടെ വീട്ടില് വീണ്ടും ഈ ആലോചന വന്നത് എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അന്ന് നിങ്ങൾ വന്നുപോയതിനു ശേഷം എനിക്ക് 2-3 ആലോചനകൾ വന്നിരുന്നു ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല ഇയാളെ പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു എനിക്കും നിങ്ങളുടെ ഇന്നസെൻസ് വലിയ ഇഷ്ടമായി നിങ്ങളുടെ അടുത്ത് ഞാൻ കംഫർട്ട് ആയിരിക്കുമെന്ന ഒരു തോന്നലുണ്ടായിരുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ സുഭാഷ് അസ്വസ്ഥതയോടെ ഇരിക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കുന്നെന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നതല്ലേ അതുകൊണ്ടാവുമെന്ന് സുഭാഷും അപ്പോഴേക്കും അവരുടെ ജ്യൂസ് എത്തുന്നുണ്ട് അവർ രണ്ടുപേരും ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോഴേക്കും അനിയന്മാരൊക്കെ എന്ത് പറയുന്നു എന്ന് കവിത ചോദിക്കുന്നുണ്ട് എല്ലാവരും നന്നായിരിക്കുന്നു എനിക്ക് നേരെ താഴെയുള്ളവനില്ലേ അവന്റെ കല്യാണം കഴിഞ്ഞു വിധി എന്ന പേര് എന്ന് സുഭാഷ് പറയേ എനിക്കറിയാമെന്ന് കവിതയും അപ്പോഴാണ് സുഭാഷിന്റെ മനസ്സിലേക്ക് പെണ്ണു കാണാൻ പോയ സമയത്ത് കവിതയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓടിയെത്തുന്നത് കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തു തന്നെ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കാലോ എന്നാ വാക്കുകൾ അവൻ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് എവിടെയാ വീട് നോക്കാൻ പോകുന്നേ എന്ന് കവിത ചോദിക്കുന്നത് അമ്പരപ്പോടെ ഏത് വീട് എന്ന് സുഭാഷ് ചോദിക്കേ അല്ല നമുക്കൊരു വീട് നോക്കണം അന്ന് പറഞ്ഞ പോലെ 2 വീടിന്റെയും ഇടയ്ക്കൊരു സ്ഥലം നോക്കിയാൽ മതി ഇനിയായാ നമുക്ക് പോയി വരാൻ എളുപ്പമാവുമല്ലോ എന്നവൾ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അല്ല എന്തിനാ വേറെ വീട് നോക്കുന്നേ ഓ എന്റെ വീട് പഴയതായതുകൊണ്ടാണോ എന്നാലും അവിടുന്ന് മാറി താമസിക്കുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ഹരീഷിന്റെ വർക്ക്ഷോപ്പും നികേഷിന്റെ കോളേജും ഒക്കെ ആ വീടിനടുത്ത പിന്നെ സുധീഷിന് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ആ വീട്ടിലുണ്ട് പിന്നെന്തിനാ അവിടുന്ന് പോണം അത് മാത്രമല്ല വീട് പൂട്ടിയിട്ട് പോയാലേ ആ നിമിഷം വല്യച്ഛനും അമ്മായും കൂടി ആ വീട് കയ്യേറും എന്ന് സുഭാഷ് പറയുമ്പോ അതിന് ആ വീട് പൂട്ടിയിട്ട് എല്ലാരുമായിട്ട് മാറാൻ ആര് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും മാത്രമായി മാറി താമസിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞു എന്ന് കവിതയും പറയുന്നുണ്ട് അല്ല നമ്മൾ എന്തിനു മാറണം എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കേ അപ്പൊ നിങ്ങളുടെ അനിയനൊന്നും പറഞ്ഞില്ല എന്ന് കവിത ചോദിക്കുന്നുണ്ട് അല്ല മുമ്പ് ഇതേപോലെ നമ്മൾ കണ്ടപ്പോ ഈ വിഷയം സംസാരിച്ചതല്ലേ അന്നും ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ പക്ഷേ നിങ്ങൾ തനിയെ മാറി താമസിക്കാൻ തയ്യാറാവുമെന്ന് എന്ന് കവിത പറയുന്നത് കേൾക്കെ ആരെ ഞാനോ എന്റെ അനിയന്മാരെ വിട്ട് ഞാൻ മാറി താമസിക്കാനോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണല്ലോ പറഞ്ഞത് എന്ന് കവിത ആര് പറഞ്ഞു എന്ന് സുഭാഷ് ചോദിക്കേ നിങ്ങളുടെ അനിയന്മാര് എന്ന് കവിത പറയുമ്പോ അവരങ്ങനെ പറഞ്ഞോ എന്ന് സുഭാഷ് അവരാ വീട്ടിൽ താമസിക്കാമെന്നും നമുക്ക് വേറെ താമസിക്കാമെന്നും അവര് തന്നെയാ പറഞ്ഞു എന്ന് കവിത പറയേ അവര് നേരിട്ട് അങ്ങനെ പറഞ്ഞോന്ന് സുഭാഷ് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നും ഇതിന് തയ്യാറാണെന്ന് അവര് തന്നെയാ പറഞ്ഞു എന്ന് കവിത പറയുന്നത് കേൾക്കെ ടെൻഷനോടെ സുഭാഷ് എഴുന്നേറ്റ് ഞാൻ ഇറങ്ങാ എന്ന് പറയുമ്പോ എന്ത് പറ്റിയെന്ന് കവിത ചോദിക്കുന്നു എനിക്കല്പം ജോലിയുണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവിടെ സുഭാഷിന്റെ വീട്ടിൽ കല്യാണത്തിന്റെ ചിലവുകളെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക നിധിയും സുഭാഷും ഹരീഷുമെല്ലാം അപ്പുറത്ത് മാറി കസേരയിൽ മൊബൈൽ നോക്കി ഇരിപ്പുണ്ട് നികേഷും സുധീഷ് പറയുന്നുണ്ട് മാരേജ് ഹാള് ഫുഡ് പിന്നെന്താ എന്ന് പറയുമ്പോ ഡ്രസ്സ് എന്ന് നിധിയും അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന ഹരീഷും അല്ല ഈ കല്യാണത്തിന് എത്ര ലക്ഷം ചെലവായാലും അത് സാറ് നോക്കിക്കൊള്ളാമെന്നല്ലേ പറഞ്ഞത് ഇന്ന എഴുത് എന്ന് പറഞ്ഞ ആ പേപ്പർ അങ്ങോട്ട് നീക്കി വെക്കുമ്പോഴേക്കും അതിപ്പോ ലിസ്റ്റ് ഇടുന്നല്ലേ ഉള്ളൂ അതിപ്പോ ആരെഴുതിയാലും കുഴപ്പമില്ല നീ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ ആ പേപ്പർ വീണ്ടും അവന്റെ മുന്നിലേക്ക് തന്നെ നീക്കി വെക്കുക അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് കയറി വരുന്നത് സുഭാഷിനെ കണ്ട് സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും സുഭാഷ് ദേഷ്യത്തോടെ ഹാളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്
അവനെ കണ്ട് സുധീഷും ചിരിയോടെ എന്താ സുഭാഷേട്ടാ ജോലി ഉണ്ടായിരുന്നില്ലേ എന്നവ ഇരിക്കെ നമുക്ക് കല്യാണത്തിന്റെ ഒക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കസേര നീക്കി ഇടുമ്പോഴേക്കും സുഭാഷ് ആ കസേര എടുത്ത് വേറെടുത്തേക്കിട്ട് അതിലിരിക്കുന്നുണ്ട്. ഇനി ജോലിക്ക് പോകുന്നുണ്ടോ ഏട്ടാ എന്ന് നികേഷ് ചോദിക്കേ. പോകുന്നില്ലെങ്കിൽ ഞാൻ ഇത്തിരി മീൻ വാങ്ങിച്ചിട്ട് വരാൻ കേട്ടോ. സുഭാഷ് ഏട്ടൻ നല്ലൊരു കറി ഉണ്ടാക്കുന്ന സുധീഷും. സുഭാഷും ദേഷ്യത്തോടെ ഞാൻ എന്തിനുണ്ടാക്കണം, ഇനി മുതൽ നിങ്ങൾ തന്നെ അടുക്കളയിൽ കയറി പാചകം ചെയ്താൽ മതി. എല്ലാവർക്കും പ്രാക്ടീസ് ആവണ്ടേ. എല്ലാരും കൂടി എന്നെ പുറത്താക്കാനായിരുന്നല്ലോ പ്ലാൻ. അപ്പോ പ്രാക്ടീസ് ഇത്തിരി നേരത്തെ തുടങ്ങുന്നത് നല്ലതാ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കെ സുഭാഷ് ഏട്ടനെ പുറത്താക്കാനോ? ഏട്ടൻ എന്താ ഈ പറയുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുഭാഷ് നിധിയോടായി ഏട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിനക്ക് തെറ്റായി തോന്നണ്ട, അല്ലെങ്കിൽ മോള് പോയി മുറിയിലിരുന്നോ എന്ന് സുഭാഷ് പറയുമ്പോ എന്തു പറ്റി സുഭാഷ് ഏട്ടാന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ആ പെണ്ണിലെ കവിത, അവളെ ഇപ്പോ കണ്ട് സംസാരിച്ചിട്ടാ ഞാൻ വരുന്നത് എന്നവൻ പറയുന്നത് കേൾക്കെ എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മറച്ചു വെച്ചതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ. നിങ്ങളൊക്കെ കൂടി എന്തോ ഒന്ന് എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊരു വിഷയമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നേരത്തെ തന്നെ കവിത എന്നെ നേരിൽ കണ്ട് ഒറ്റയ്ക്ക് വീടെടുത്ത് മാറാൻ കഴിയുമെന്ന് ചോദിച്ചതാ. പറ്റില്ലെന്ന് പറഞ്ഞ് ആ ബന്ധം ഞാൻ അപ്പോഴേ അവസാനിപ്പിച്ചതാ. അന്ന് അത് സമ്മതിച്ച ആ കുട്ടിക്ക് ഇപ്പോ മനസ്സ് മാറാൻ ഒരു കാരണവുമില്ലല്ലോ എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവര് വീണ്ടും സമ്മതിച്ചതിനെ പറ്റി ഞാൻ നിങ്ങളോടും ചോദിച്ചു എന്ന് പറഞ്ഞ് സുധീഷിനോടായി. അപ്പോ നീ പറഞ്ഞത് എന്താടാ? അന്ന് അങ്ങനെ പറഞ്ഞതിൽ അവർക്ക് വിഷമമുണ്ടെന്ന് അല്ലേ എന്ന് ചോദിക്കുമ്പോ പരുങ്ങലോടെ സുഭാഷേട്ടാ അത് എന്ന് സുധീഷ്. എന്റെ അനിയന്മാര് പറയുന്നതല്ലേ, അത് ശരിയായിരിക്കുമെന്ന് ഞാനും കരുതി. പക്ഷേ ഇന്ന് കവിത എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞത് എത്ര നന്നായി. അല്ലെങ്കിൽ കല്യാണം വരെ നിങ്ങൾ എല്ലാരും കൂടി ഇത് ഒളിപ്പിച്ചു വെച്ചേനെ. പറഞ്ഞു ആ കുട്ടി എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഈ വീട് വിട്ടു പോകണം, എന്നിട്ട് മറ്റൊരു വീടെടുത്ത് താമസിക്കണം, എന്നാലേ ഈ കല്യാണം നടക്കൂ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോ ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഇവിടെ വേണ്ടാന്ന് എന്നോട് ആലോചിക്കാതെ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ എന്നെല്ലാവരോടുമായി ചോദിച്ച് തന്റെ പുറകിൽ നിൽക്കായിരുന്ന നികേഷിനോട് നികേഷേ ഞാനില്ലാതെ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റും അല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ നികേഷും അവന്റെ മുന്നിലേക്ക് വന്ന് ഇല്ല സുഭാഷ് ഏട്ടാ അങ്ങനെ പറ്റില്ലെന്ന് ഏട്ടനും അറിഞ്ഞൂടെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇനിയും അത് ഞാൻ വിശ്വസിക്കണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എന്ന് വെച്ച് എത്ര കാലം ഏട്ടനെ പിടിച്ചു വെക്കും? സ്വന്തമായിട്ടൊരു ജീവിതം ഏട്ടനും വേണ്ടേ, കല്യാണം നടക്കണ്ടേ? സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കണം, അത്രേ ഞങ്ങൾ ആലോചിച്ചുള്ളൂ എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുഭാഷ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഡാ എന്ന് വിളിച്ച് അവന്റെ ഷർട്ടിന്റെ കോളറിനിട്ട് പിടിക്കുന്നുണ്ട്. എന്നെ അറിയില്ലേടാ നിനക്ക്? ഇത്രയും നാളായി എന്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? എടാ ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങളുടെ കൂടെ സന്തോഷം കാണുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിക്കുമ്പോഴല്ല. എന്റെ സന്തോഷം നിങ്ങളാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങളാണോടോ അനിയന്മാര് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടാ ആ സെന്റിമെന്റ്സ് ഞങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് നോക്കിയിരുന്ന ഏട്ടന്റെ കല്യാണം നടക്കില്ല. ഞങ്ങളെ നോക്കി ഞങ്ങൾക്ക് ഭക്ഷണവും പാകം ചെയ്ത് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയണമെന്ന് സുഭാഷ് ഏട്ടൻ എന്താ തലവരെയുണ്ടോ? ആ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സ്വന്തമായ ഒരു ജീവിതം സുഭാഷ് ഏട്ടന് വേണ്ടെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതെ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിഞ്ഞു പോകും. സുഭാഷ് ഏട്ടൻ മാത്രമല്ല എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഈ വീട് വിട്ടു പോവാന്നുള്ളത് തന്നെയാ. സുഭാഷ് ഏട്ടാ അതിലെന്താ ഇത്ര കുഴപ്പമുള്ളത്? അതിനുവേണ്ടി ഈ ഒരു സീൻ എന്തിനാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നികേഷും സുഭാഷ് ഏട്ടനൊരു കല്യാണം വേണ്ടേ, ആ കല്യാണം ഇവിടുന്ന് മാറി താമസിച്ചാൽ നടക്കുമെങ്കിൽ അത് ചെയ്യണമേട്ടാ എന്നവൻ പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞോടാ എനിക്ക് കല്യാണം വേണമെന്ന്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും ആവശ്യപ്പെട്ടോ? പ്രായം ഇത്രയായി എന്ന് പറഞ്ഞ് പ്രായമായിട്ടും കല്യാണം നടന്നില്ലെന്നത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും, ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഇത്ര നാളായിട്ടും കല്യാണമായില്ലല്ലോ എന്ന് ഞാൻ ഇന്നേ വരെ വിഷമിച്ചിട്ടില്ല. എടാ ഒരാളുടെ സന്തോഷം ഏതിലാണെന്ന് അയാളാണ് നിശ്ചയിക്കേണ്ടത്. എന്റെ സന്തോഷം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കല്യാണം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയി താമസിക്കുന്നതിലോ അല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വിളമ്പി അത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലുമൊക്കെയാ എന്റെ സന്തോഷം എന്ന് എല്ലാവരോടുമായി പറഞ്ഞ് ഹരീഷിനോടായി നിനക്ക് ഇത് വെറുമൊരു സെന്റിമെന്റ്സ് ആയി തോന്നിയേക്കാം. പിന്നീട് സുധീഷിനോടായി നീ എന്താ പറഞ്ഞേ? സീൻ അല്ലേ? അങ്ങനെ തോന്നുന്നതേ നിങ്ങളുടെ പ്രശ്നം, അതെന്റെ പ്രശ്നമല്ല. ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെ ഇരിക്കാനാ ഇഷ്ടം. നിങ്ങളെല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ കിടന്നുറങ്ങുന്നത് കാണുമ്പോഴേ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് വേറെ എവിടെന്നും എനിക്ക് കിട്ടത്തില്ലടാ. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. വിവാഹം കഴിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ അതാവാം, പക്ഷേ എന്നോട് അത് ചെയ്യാൻ പറയരുത്. ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാവുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളുടെ ചേട്ടന്റെ വിവാഹം നടക്കാത്തതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കാം, അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഓരോ തവണയും ഞാൻ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത്. എന്നാ ഇത്തവണ ഞാൻ പറയുന്നു, നിങ്ങൾ ഏർപ്പാടാക്കിയ ഈ കല്യാണം എനിക്ക് വേണ്ട. അവരെന്തുകൊണ്ടാവും കല്യാണത്തിന് സമ്മതിച്ചെന്ന സംശയം ഞാൻ നിങ്ങളോടും ചോദിച്ചിരുന്നു. അപ്പൊ നീ ഇവരോടൊപ്പം നിന്ന് എല്ലാം എന്നോട് മറച്ചു വെച്ചല്ലേ എന്ന് സുഭാഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്. ടെൻഷനോടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായി സുധീഷ് നിധിയെയും കൂട്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.